ഹലോ മക്കൾസെ, വെരി ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാനാണ് നിങ്ങളുടെ ജെ മാം. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേദാന്തുവിന്റെ മലയാളം ചാനലാണ്. നിങ്ങളിപ്പം ആലോചിക്കുന്നുണ്ടാവും, മാം എന്താണ് ഈ പ്രോവർബുമായിട്ട് ഇന്ന് സെഷനിലോട്ട് വരുന്നതെന്ന്. ഈ പ്രോവർബ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോവർബാണ്. ആൻഡ് ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. ഇന്ന് നമ്മൾ ഈ പ്രോവർബ് തിരുത്തി എഴുതാൻ പോവാണ്. ഈ ഒരു ആപ്പിൾ വെച്ച് തന്നെ നമ്മൾ എങ്ങനെ ഡോക്ടർ ആകും എന്ന് നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ ഒന്നറിയാം. മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ വരുന്നത് പൊമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കിനെ പറ്റിയാണ്. പൊമഡോറോ ടെക്നിക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. പഠിക്കാനായിട്ടുള്ള ആകെ ഒരു മെത്തേഡ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഈ ഒരു ആപ്പിൾ വെച്ച് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ആ കാണുന്ന പൊമഡോറോ ടെക്നിക്കിലെ ആപ്പിൾ ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് വെച്ച് എങ്ങനെയാ പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കളയാം. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഇതിന് പകരം ഒരു അലാറം ക്ലോക്ക് ആയാലും മതി. ഫോൺ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്. അപ്പം എല്ലാവരും നോട്ട് ചെയ്തോളുക. മക്കളെ, നമ്മള് എക്സാമിന് മുമ്പ്, നമ്മളൊരു എക്സാം നാളെ ഒരു എക്സാം ആണ്. അപ്പൊ ഇന്ന് എക്സാമിന്റെ തലേ ദിവസം നമ്മൾ പഠിക്കുവാണ്. നമ്മൾ 1-2 മണിക്കൂറല്ല പഠിക്കുന്നത്. നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് 12 മണിക്കൂർ 16 മണിക്കൂർ ആ ഒരു മോട്ടിവേഷനിൽ ഇരുന്ന് അങ്ങ് പഠിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മറ്റന്നാൾ എക്സാം ഉണ്ട്, 2 ദിവസം പ്രിപ്പറേഷന്റെ സമയമുണ്ട്. നിങ്ങൾ എന്തോ ചെയ്യുന്നത്? ആ 2 ദിവസം മൊത്തം യൂട്ടിലൈസ് ചെയ്ത് ആരോട് സംസാരിക്കാതെ, നമ്മളോട് ആരെങ്കിലും സംസാരിക്കാൻ വരുവാണെങ്കിൽ അവരൊക്കെ ദേഷ്യപ്പെട്ട് നമ്മൾ ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പം ആ 2 ദിവസത്തിൽ നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ വർഷം മൊത്തം എന്തുകൊണ്ട് നിങ്ങൾക്ക് 10-12 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നില്ല? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ നിങ്ങളുടെ മനസ്സ് ബേൺ ഔട്ട് ആവാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും 10-12 hours. ഞാൻ നിങ്ങൾക്ക് ടെക്നിക്സ് എന്ന് പറഞ്ഞു തരുന്നതാണ്. ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളോട് പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. മക്കളെ, ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സ്കെഡ്യൂൾ ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സ്കെഡ്യൂൾ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര മണിക്കാണ് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര മണിക്കാണ് നിങ്ങൾ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങൾ മോർണിംഗ് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണോ? നിങ്ങൾ മോർണിംഗ് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ മോർണിംഗിന്റെ സ്ലോട്ട് നിങ്ങൾ നിങ്ങളുടെ സെഷനിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക. നിങ്ങൾ കുറെ കുട്ടികൾ ഡമ്മി സ്കൂൾസ് അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂൾസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ആ സ്കൂളിൽ മോസ്റ്റ് ഓഫ് ദ എംഫസിസ് കൊടുക്കുന്നത് നീറ്റിന്റെയും എയിംസിന്റെയും പ്രിപ്പറേഷന് വേണ്ടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ സ്ലോട്ട്, ആ സ്കൂൾ അറ്റൻഡ് ചെയ്ത സ്ലോട്ട് എപ്പോഴും നിങ്ങൾ മാറ്റി വെക്കുക. ചില ആൾക്കാർക്ക് മോർണിംഗ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ആഫ്റ്റർനൂൺ ആയിരിക്കും. ആ സ്ലോട്ട് മാറ്റി വെക്കുക. ഇനി ഇപ്പം എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്ന കാരണം ആ സ്ലോട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഒത്തിരി നല്ല കാര്യമാണ്. അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ 3 മണിക്കൂർ ഒറ്റയടിക്ക് പഠിക്കാനിരിക്കരുത്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ 3 മണിക്കൂർ പഠിക്കാനിരുന്ന് ആ 3 മണിക്കൂർ കഴിഞ്ഞ് പഠിച്ചെഴുന്നേക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു 2 മണിക്കൂറിന്റെ ബ്രേക്ക് എടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ ആ രീതി നിങ്ങൾ എല്ലാവരും ഒഴിവാക്കിക്കോളുക. 3 മണിക്കൂർ നിങ്ങൾ ആരും പഠിക്കാനിരിക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏത് ടോപ്പിക് ആണോ ആ ടോപ്പിക് നിങ്ങൾ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് ഉണ്ടാക്കി വെക്കുക. ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന സബ്ജക്ട്സിലെ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ ആ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് രാവിലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഏത് ടൈമിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ ഒരു ലൈഫ് ഉണ്ട്. അപ്പൊ ആ ലൈഫിനകത്ത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യില്ല. എങ്ങനെ നിങ്ങൾക്ക് അത് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ സ്കെഡ്യൂൾ ഫോളോ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്കൂളിന്റെ സ്ലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഏതെങ്കിലും സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്ത് അതിനെ ഡിമാർക്ക് ചെയ്ത് അത് മാറ്റിവെക്കുക. മാറ്റിവെച്ചതിന് ശേഷം അടുത്തതായി നിങ്ങൾ ഒരു 30 മിനിറ്റ്സ്, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിന്റെ ഒരു 30 മിനിറ്റ്സ്, നിങ്ങൾ 30 മിനിറ്റ്സിന്റെ ഒരു അലാറം അങ്ങോട്ട് സെറ്റ് ചെയ്യുക. ഒരു അലാറം ക്ലോക്കിൽ, ഒരു ഫോണിന്റെ അലാറം ക്ലോക്കിൽ ചെയ്താൽ മതി. എന്റെ ഫോണിന്റെ അലാറം ക്ലോക്ക് ദേ കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഈ ഫോണിന്റെ അലാറം ക്ലോക്ക് വെച്ച് ഇത്രയേ ഉള്ളൂ മക്കളെ. ഫോണിന്റെ അലാറം ക്ലോക്ക് വെച്ച് ഒരു 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതിങ്ങനെ കിടന്ന് അടിക്കണം. അപ്പൊ നിങ്ങൾ അറിയണം, 30 മിനിറ്റ്സ് കഴിഞ്ഞു. 30 മിനിറ്റ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ 4 മിനിറ്റോളം ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ ബ്രേക്കിന് വരെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ ബ്രെയിൻ
ഒരു കാരണവശാലും 30 മിനിറ്റിൽ കൂടുതൽ പഠിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ബ്രെയിൻ അല്ല നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ. 30 മിനിറ്റിൽ കൂടുതൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക? നിങ്ങൾ ചിലർ പറയാം 2 മണിക്കൂർ ഇരുന്ന് ഒറ്റയടിക്ക് പഠിച്ച് ഞാൻ എഴുന്നേറ്റു. ആ 2 മണിക്കൂർ നിങ്ങൾ പഠിച്ച കണ്ടന്റ് പിറ്റേ ദിവസം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് ഒന്ന് റിവൈസ് ചെയ്യണം എന്ന് നിങ്ങൾ പറയും. അപ്പം ആ 2 മണിക്കൂറിന്റെ പഠിത്തത്തെക്കാട്ടി 30 മിനിറ്റിന്റെ പഠിത്തവും അത് കഴിഞ്ഞ് ഒരു 4 മിനിറ്റിന്റെ ബ്രേക്ക് നിങ്ങൾ എടുക്കുക. ഈ 4 മിനിറ്റിൽ എന്താ മാം ഞങ്ങൾ ചെയ്യാം? 4 മിനിറ്റിൽ നിങ്ങൾ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കുക, യൂട്യൂബിൽ ഒരു കോമഡി വീഡിയോ അങ്ങോട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഒരു നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് ഒന്ന് അടുക്കളയിലോട്ടൊന്ന് പോയി പേരൻസിനോടൊന്ന് കണ്ട് അവരോടൊന്ന് 4 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ തിരിച്ചു വരിക. 5-ാമത്തെ മിനിറ്റിലോട്ട് നിങ്ങളുടെ ബ്രേക്ക് പോവാൻ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക് 4 മിനിറ്റ് കഴിഞ്ഞ് പോകത്തില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പോകുന്നില്ല, അപ്പൊ നിങ്ങളുടെയും പോകാൻ പാടില്ല. ബിക്കോസ് നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്നവരെല്ലാം ഡെഫിനറ്റ് ആയിട്ടും എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ കാണത്തില്ല. അപ്പൊ നിങ്ങളെല്ലാം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ തുറക്കാനുള്ള കാരണം. അപ്പൊ 4 മിനിറ്റ് ഡിസിപ്ലിൻ ആയിട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത 30 മിനിറ്റ് പിന്നെയും അലാറം സെറ്റ് ചെയ്യുക. അലാം സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത കോണ്ടന്റ് എടുത്ത് ആ കോണ്ടന്റ് 30 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. മാം 30 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞില്ലെങ്കിലോ? കുഴപ്പമില്ല, വിട്ടുകളയുക. അടുത്ത 4 മിനിറ്റിന്റെ ബ്രേക്ക് പിന്നെ നിങ്ങൾ എടുക്കുക. അങ്ങനെ ഇത് ഒരു 4 വട്ടം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു 4 വട്ടം ഇത് ചെയ്ത് കഴിയുമ്പോൾ മക്കളെ ഈ 4 മിനിറ്റ് ബ്രേക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂറോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ദിവസത്തിന്റെ 2.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു 30 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ആ 30 മിനിറ്റ് ബ്രേക്കിൽ നിങ്ങൾ പോയി TV കണ്ടു. നിങ്ങളുടെ ഇഷ്ടമുള്ള സീരീസ്, നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ഒരു പെർട്ടിക്കുലർ സീരീസ് വന്നു, നിങ്ങൾക്ക് കണ്ടേ പറ്റൂ. നിങ്ങൾക്ക് TV-യിൽ ഒരു പുതിയ സീരീസ് വന്നിട്ടുണ്ട്, അത് കണ്ടേ പറ്റൂ. കണ്ടു, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അത് കാണേണ്ടത് വെറും അരമണിക്കൂർ മാത്രമാണ്. എപ്പിസോഡ് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് നീണ്ടു നിൽക്കരുത്. ഒരു എപ്പിസോഡ് 20 മിനിറ്റ് 25 മിനിറ്റ് എപ്പിസോഡ് കാണാം. നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കുക. ആ സമയം കൊണ്ട് ഫ്രണ്ട്സിനെ ഒന്ന് ഫോൺ ചെയ്യുക. ഫ്രണ്ട്സിനോട് ചോദിക്കുക പ്രിപ്പറേഷൻ എവിടം വരെ ആയെന്ന്. ആ 30 മിനിറ്റ് നിങ്ങൾ റിഫ്രഷ് ആവുന്ന എന്തെങ്കിലും ചെയ്യുക. 30 മിനിറ്റ് നിങ്ങളുടെ മനസ്സ് മടുക്കാത്ത, നിങ്ങൾക്ക് റിഫ്രഷ്മെന്റ് ആയി തോന്നുന്ന എന്തെങ്കിലും ഒരു ഓസം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആ 30 മിനിറ്റ് ആ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുക. 2.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റ് നിങ്ങൾക്ക് ഉള്ളതാ. നിങ്ങൾ എന്താണെങ്കിലും ചെയ്തു അതിനകത്ത്. ആ 30 മിനിറ്റ് 2 മണിക്കൂർ ആവാതെ മാറാതിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഡിസിപ്ലിനോടെ ബ്രേക്ക് എടുക്കാൻ നിങ്ങൾ പഠിക്കണം മക്കളെ. ഈ ടെക്നിക്കിനെയാണ് ഞാൻ ഇനിഷ്യലി പറഞ്ഞ പൊമഡോറോ ടെക്നിക് എന്ന് പറയുന്നത്. പൊമഡോറോ ടെക്നിക്കിനെ പറ്റി ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എയിംസ് ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് പൊമഡോറോ ടെക്നിക് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ ജസ്റ്റ് കുറെ ടെസ്റ്റിമോണീസും ഇന്റർവ്യൂസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പോയി കാണൂ, മോട്ടിവേറ്റഡ് ആവൂ, എന്നിട്ട് നിങ്ങൾ ചെയ്യൂ. ഇത് ഇമ്പോസിബിൾ അല്ല. നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ഞങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻട്രൻസസ് ഒക്കെ ക്ലിയർ ചെയ്ത ടീച്ചേഴ്സ് ആണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളും ഈ പർട്ടിക്കുലർ ടെക്നിക്സ് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. മക്കളെ, നിങ്ങൾ ജീനിയസസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ജീനിയസസ് ആയിരിക്കാം. പക്ഷേ നമ്മളൊരു പോപ്പുലേഷനില് ഒരു പെർട്ടിക്കുലർ സ്മോൾ എമൗണ്ട് മാത്രമേ ജീനിയസസ് ഉള്ളൂ. ബാക്കിയെല്ലാം ആവറേജ് സ്റ്റുഡൻസ് ആണ് നമ്മൾ, അല്ലെങ്കിൽ അബവ് ആവറേജ് സ്റ്റുഡൻസ് ആണ്. അബവ് ആവറേജ് സ്റ്റുഡൻസ് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൊണ്ടാണ് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ പൊസിഷൻസിൽ ചെന്നിരിക്കുന്നത്. എല്ലാവരും ജീനിയസസ് അല്ല. ഓക്കെ, യൂണിഫോം ബ്രേക്സ് എടുക്കാം. നിങ്ങളുടെ ബ്രേക്സ് വെൽ ടൈംഡ് ആയിരിക്കണം. നിങ്ങളുടെ ബ്രേക്സ് വെൽ ഡിസിപ്ലിൻഡ് ആയ ബ്രേക്സ് ആയിരിക്കണം. നിങ്ങൾ ഈ ബ്രേക്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റബിൾ ആയ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നിങ്ങളൊന്ന് ഒരു ഡാൻസ് ചെയ്തു. ഇപ്പൊ ചില കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്നതാണ്, മാം ബ്രേക്സ് എടുക്കുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടെന്ന്. നിങ്ങളൊന്ന് ഡാൻസ് ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. യു ലെറ്റ് യുവർ സെൽഫ് ഗോ. നിങ്ങളുടെ ബോഡിക്ക് ഇച്ചിരി മൂവ്മെന്റ് കൊടുക്കുക. ഒരിടത്തിരുന്ന് പഠിക്കുക, ഒരിടത്തിരുന്ന് പഠിച്ച് ആ ദേഹത്തിന് ഒരു വേദനയാണ്. ഒന്ന് ഡാൻസ് ചെയ്യൂ. നിങ്ങൾ ആ അഗ്രഷൻ ഒന്ന് അവിടെ ഇറക്കൂ. ഒരു പാട്ട് കേൾക്കൂ. പേരൻസിനോടൊന്ന് പോയി സംസാരിക്കൂ. ഓക്കെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരൂ. നിങ്ങൾ ആ ബ്രേക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സിനെ റിജുവിനേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമേ നിങ്ങൾ ആ ബ്രേക്കിൽ നിങ്ങൾ ചെയ്യാവുള്ളൂ. ആ ബ്രേക്ക് യൂണിഫോം ആയിരിക്കണം. ആ ബ്രേക്ക് ഒരിക്കലും ഇനിയിപ്പോ ഇത്രയും നേരം പഠിച്ചു കഴിഞ്ഞതല്ലേ, അപ്പൊ എനിക്ക് ഇച്ചിരി കുഴപ്പമില്ല,
എക്സാമിന്റെ തലേദിവസം നിങ്ങൾ എടുക്കത്തില്ലല്ലോ വലിയ ബ്രേക്ക്. നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് നിങ്ങൾ പറയത്തില്ലല്ലോ എനിക്ക് വേണം ബ്രേക്ക്. 2 മണിക്കൂറിന്റെ ബ്രേക്ക് ഒക്കെ എക്സാമിന് മുമ്പത്തെ ദിവസം നിങ്ങൾ എടുക്കത്തില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ പഠിക്കാനിരിക്കുകയാണ്, ചോറുണ്ടുന്നു. ചോറുണ്ട് കഴിയുമ്പോൾ മമ്മിയോട് സംസാരിക്കാൻ സമയമില്ല, പപ്പയോട് സംസാരിക്കാൻ സമയമില്ല, പെട്ടെന്ന് വന്നാ പഠിക്കാനിരിക്കുന്നത്. അതെന്തുകൊണ്ട് നമുക്ക് വർഷം മൊത്തം ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ നിങ്ങളുടെ നീറ്റ് എക്സാം ഒത്തിരി നിയർ ആണ് മക്കളെ. നിങ്ങൾ എല്ലാവരും ഇനിയും ആണെങ്കിലും ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ബിക്കോസ് നിങ്ങളിൽ ബാക്ക്ലോഗ് ഉള്ളവരുണ്ട്, നിങ്ങളിൽ റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെത്തഡോളജി ഒത്തിരി ഉപയോഗമായി വരും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുക മക്കളെ. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയ സബ്ജക്ട്സിന്റെ മേൽ ആദ്യം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങനെയാ മാം ഞങ്ങൾ ഡിഫിക്കൽട്ട് സബ്ജക്ട്സിന്റെ മേലിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക? ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും പല ടോപ്പിക്സ് ആയിരിക്കും ഡിഫിക്കൽട്ട്. ചില ആൾക്കാർക്ക് പെർട്ടിക്കുലർ ടോപ്പിക് എക്സ് ടോപ്പിക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ വേറെ ചില ആൾക്കാർക്ക് വൈ ടോപ്പിക് ആയിരിക്കും ഡിഫിക്കൽട്ട്. നിങ്ങളിൽ കുറെ ആൾക്കാർക്ക് ഫിസിക്സ് ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അപ്പൊ തന്നെ ആ ആൾക്ക് തന്നെ ചിലപ്പോൾ കെമിസ്ട്രി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് വേറെയാണ്. ആദ്യം എപ്പോഴും ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് എടുത്ത് പഠിച്ച് നിങ്ങൾ ഈ ശീലം നിങ്ങളുടെ സ്കെഡ്യൂളിനകത്തോട്ട് ഇൻഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ഇത് ഇൻഡ്യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈസി സബ്ജക്ട്സിലോട്ട് പോവുക. ആദ്യമേ ഈസി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമോ എനിക്കെല്ലാം അറിയാം, എനിക്ക് ഈ മെത്തേഡിന്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വന്നാലും പിന്നെ അതൊരു പ്രോബ്ലമാണ്, അതൊരു ബിഹേവിയറൽ ആയ ഒരു ഇഷ്യൂ ആയിട്ട് അത് മാറും. അപ്പൊ എപ്പോഴും ഡിഫിക്കൽട്ട് സബ്ജക്ട്സ് എടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ തോന്നണേ അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ? ചില സമയത്ത് മക്കളെ നമുക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നതിനകത്ത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുക, ഈ ടെക്നിക്സ്. ആൻഡ് ഈ ടെക്നിക്സ് കൊണ്ട് കുറെ കുഞ്ഞുങ്ങൾ, ഒത്തിരി സ്റ്റുഡൻസ് ആണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ഇതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ഒരു എഫക്റ്റീവ് ലേണിംഗ് എൻവയറമെന്റ് നിങ്ങൾ വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുവാണ്, അപ്പൊ ആ കല്യാണത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഓ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു എന്ന്. പറയാൻ പറ്റത്തില്ല മക്കളെ. അങ്ങനെയല്ല നിങ്ങൾ ഒരു എഫക്റ്റീവ് ലേണിംഗ് എൻവയറമെന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതാണ് ദി മോസ്റ്റ്. എന്നോട് സ്റ്റുഡൻസ് എപ്പോഴും പറയുന്നതാണ് മാം ഞാൻ പഠിക്കാനിരിക്കുമ്പോ എന്റെ അനിയത്തി, എന്റെ അനിയൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. നിങ്ങൾ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഗോൾസ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ ഒരു എഫക്റ്റീവ് ആയ ലേണിംഗ് എൻവയറമെന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒരു വർക്ക് ചെയ്യുന്ന എന്റെ മമ്മി അപ്പുറത്തെ മുറിയിലിരുന്ന് ടി വി കാണുവാണ്, എന്റെ ശ്രദ്ധ മൊത്തം അവിടെയാണെന്ന് പറയുന്നവര് സീരിയസ് ആയിട്ടല്ല പഠിക്കാനിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് എക്സാമിന് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പറയത്തില്ലേ മമ്മിയോട് മമ്മി ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചേന്ന്? പറയോ ഇല്ലയോ? എന്ന് പറഞ്ഞതുപോലെ എഫക്റ്റീവ് ആയ ലേണിംഗ് എൻവയറമെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് ഓൾറെഡി ഒരു പറഞ്ഞു വെക്കുക, ഞാൻ ശ്രമിക്കുവാണ്, എന്നെ കൊണ്ട് ചിലപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഞാനൊന്ന് വഴുതിപ്പോവും, ചിലപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കുന്ന ഞാൻ ചിലപ്പോ 5 മിനിറ്റിന്റെ ബ്രേക്ക് ചിലപ്പോ 15 മിനിറ്റിന്റെ ബ്രേക്ക് ആയിട്ട് നീണ്ടുപോകും. അപ്പൊ മമ്മി എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞ് എന്നെ ഒന്ന് പഠിപ്പിക്കാൻ ഇരുത്തണേ എന്ന് പറയാനുള്ള ഒരു കൺസിഡറേഷനും ഒരു പക്വതയും നിങ്ങൾക്ക് ഉണ്ടാവണം. മക്കളെ, നമ്മള് ഡിസ്ട്രാക്ഷൻസ് ഫോണിൽ നിങ്ങൾക്ക് ഒത്തിരി സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ട്. സ്നാപ്ചാറ്റ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, എന്തൊക്കെയാ ഉള്ളത് അല്ലെ? ഒരു വട്ടം ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഒന്ന് സ്നാപ്ചാറ്റിലോട്ട് ഒന്ന് വെറുതെ ഒരാളുടെ നമ്മുടെ സ്ട്രീക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പെട്ടെന്നൊന്ന് സ്നാപ്ചാറ്റ് വരെ പോയിട്ട് വന്നു. എന്താ കാര്യം? സമയം പോയി, വെറുതെ സമയം പോയി. എന്തിനാ മക്കളെ നിങ്ങൾ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ? ഈ 2 വർഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ 2-3 വർഷം നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു സോഷ്യൽ സർക്കിളിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ സംസാരിക്കാൻ നിങ്ങളുടെ ഫോണുണ്ട്, അവരുടെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അവരോട് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ അവരുടെ പഠിത്തത്തിന്റെ സമയവും നിങ്ങൾ കളയരുത്. നിങ്ങളുടെ എൻവയറമെന്റ് എപ്പോഴും, നിങ്ങളുടെ ഫോൺ എപ്പോഴും സൈലന്റിലായിരിക്കണം. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കൈ വെക്കണ്ട, അലാറം വെച്ച് അതങ്ങ് ദൂരെ വെച്ചേര്. ഓക്കെ, അപ്പം ഡിസ്ട്രാക്ഷൻസ് എത്രയും അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത്രയും അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി വെരി എഫക്റ്റീവ് ഫോർ ഓൾ ഓഫ് യു. ഇത് യൂസ് ചെയ്ത് എല്ലാവരും പഠിക്കുക. ബിക്കോസ് ഞങ്ങളെ പോലെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ടീച്ചേഴ്സ് ഞങ്ങളും ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചാണ് എൻട്രൻസ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഞങ്ങളുടെ സ്റ്റുഡൻസും അങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ട് യു ഗൈസ് ക്യാൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. പക്ഷേ യെസ്, ആരെങ്കിലും പറയാണ് ഞാൻ 10 മണിക്കൂർ ഒറ്റ
ഒറ്റ ഇരിപ്പിനിരുന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ അത് വെറും കള്ളത്തരവാ. അത് നടക്കത്തില്ല. 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന മനസ്സ് അത് കുറച്ചു നേരം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ബേൺ ഔട്ട് ആയി പോകും. അതിനകത്തൊരു അതിന്റെ ബേണിങ്ങിന്റെ കപ്പാസിറ്റി അങ്ങ് മാറും. അപ്പം 10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നൊന്നും പഠിക്കാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബ്രേക്സ് എടുത്ത് ഒരു ഫുൾ ഡേ, ഒരു 24 മണിക്കൂറിന്റെ ടൈമിനകത്ത് 10 hours പ്ലസ് ബ്രേക്സ് എടുത്ത് പഠിക്കാലോ. എന്താ അതിനകത്ത് ഒരു കുഴപ്പം? ആറാംസെ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാതെ ഡിഫിക്കൽട്ട് ആണെന്ന് ആരും പറയരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എവറിബഡി. നിങ്ങൾക്ക് എല്ലാവർക്കും വെരി 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 ബിഗ് ഓക്കെ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രിപ്പറേഷനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് റീച്ച് ഔട്ട് ചെയ്യുക. ഓക്കെ, I will see you guys in the next session. Okay, till then, take care everybody. Bye.